ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ശിവാജി ഗണേശൻ അദ്ദേഹം ചെയ്യാത്ത വേഷങ്ങളില്ല, പലതരം വേഷങ്ങളും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ തിരുവള്ളുവറിൻ്റെ വേഷം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ടെലിവിഷനിൽ ഒരു തിരുവള്ളുവർ എന്നുള്ളൊരു പരമ്പര വരുന്നുണ്ട്, ഞാനത് കാണാറുണ്ട്. അതിലെ തിരുവള്ളുവർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, കൊള്ളാം. നമ്മളോട് എല്ലാവർക്കും ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് മാത്രമല്ല, അന്ന് പൃഥ്വിരാജിനോടും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നീട് അംഗങ്ങൾക്ക് പലർക്കും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി, വിഷമം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ശേഷം അതിനടുത്ത് ജനറൽ ബോഡിക്കകത്ത് വളരെ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ അസോസിയേഷനെതിരായിട്ടോ അസോസിയേഷനിലെ അംഗങ്ങൾക്കെതിരായിട്ടോ ഞാൻ ഒരു വാക്ക് പോലും എവിടെയും പറഞ്ഞിട്ടില്ല. കമൽ സാറിൻ്റെ പടത്തിൽ ഇത്രയും വലിയൊരു വേഷം വന്ന് നിൽക്കുകയാണ്. ഞാൻ ആ വേഷം മിസ്സായി കഴിഞ്ഞാൽ അമ്മയിൽ തന്നെ ഉള്ള വേറെ ആൾക്കാർ അത് ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. താനും ആനന്ദ വികടൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടറാണ് എന്നെ വിളിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അയാൾ എനിക്ക് ആ പടത്തിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ 2 ഫോട്ടോ ഞാൻ തിരിച്ച് അങ്ങോട്ട് അയച്ചു കൊടുത്ത്. അന്ന് ലൊക്കേഷനിൽ ജനാർദ്ദൻ ചേട്ടനുണ്ട്, കലാഭവൻ മണിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും പുള്ളി എന്നെ പരിചയപ്പെടുത്തുന്നു. ചെന്ന് തന്നെ വേറെ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഒരു പക്ഷേ അദ്ദേഹം ആ ധൈര്യം കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സീരിയലിലൂടെ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവാം. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഇന്നത്തെ നമ്മുടെ അതിഥി സുരേഷ് കൃഷ്ണയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഇന്റർവ്യൂവിനിരിക്കുന്ന ഈ നിമിഷം അമ്മയുടെ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 271 ഏറ്റവും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ, മീൻസ് തുടക്കക്കാരൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഏറ്റവും ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന വോട്ടുകളിൽ ഒന്നാണെന്ന് ഞാൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന് കൂടിയാണ് ഞങ്ങളുടെ സ്വാഗതം. താങ്ക് യു. ശരിക്കും അങ്ങനെ ഒരു മത്സരം ആഗ്രഹിച്ചിരുന്നാണോ? ഒരിക്കലും ഇല്ല. അത് അങ്ങനെ ഒരു മത്സരം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമുക്ക് സമയമുള്ളവർ, തീർച്ചയായിട്ടും സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ല വെറുതെ ഒരു സ്ഥാനത്തിരിക്കലല്ല, അത്യാവശ്യം പണിയുള്ള സ്ഥാനങ്ങളാണ് ഇതൊക്കെ തന്നെ. ഏതാണ്ട് 10-20 വർഷത്തോളം ആയിട്ടുണ്ടാവണം, 20 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവണം ഞാൻ അമ്മയിൽ മെമ്പറായിട്ട്. ഇതുവരെയും ഒരു മത്സരത്തിനും അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യം നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരിക്കും, അവരെ എൻകറേജ് ചെയ്യുന്നു, അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. അപ്പോൾ ഇത്തവണ എല്ലാവരും കൂടി പറഞ്ഞു, ഇത്തവണ നീ നിൽക്കണം. കാരണം ഞാൻ എറണാകുളത്ത് തന്നെയാണ് ഉള്ളത്. നമ്മുടെ അമ്മയുടെ ആസ്ഥാന ഓഫീസ് എന്ന് പറയുന്നത് എറണാകുളത്താണ്. അപ്പോൾ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ പെട്ടെന്ന് എത്തിപ്പെടാനൊക്കെ പറ്റും, അങ്ങനെ ഒരാൾ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നതാണ്. പക്ഷേ എന്തോ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരുപാട് പേര്, ഏതാണ്ട് 275 പേര് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ വീണ്ടും ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. പക്ഷേ എന്നെ ഈ അടുത്തിടെ വളരെ കൗതുകം ഉണ്ടാക്കിയൊരു കാര്യം പറയാം. ചേട്ടത്തേടിക്ക് ഒരുപാട് തമിഴിൽ നിന്ന് പത്രപ്രവർത്തകരെത്തി, തിരഞ്ഞു പിടിച്ചെത്തി എന്നുള്ളതാണ്. അത് ആ ഒരു പടമാണ് അതിന് കാരണമായത്. പൊട്ടു അമ്മൻ എന്നാണ് ആ പടത്തിന്റെ പേര്. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കരിയറിന്റെ തുടക്കത്തിലൊക്കെ അഭിനയിച്ചൊരു പടമാണ്. ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പാണത്. ആ നടൻ ഈ സുരേഷ് കൃഷ്ണയാണെന്ന് അറിഞ്ഞത് പോലും അടുത്തിടെയാണ്. പക്ഷെ ആ ഒരു കൗതുകം തേടിയാണ് അവർ വന്നത് അല്ലേ? അതെ അതെ. എന്തായിരുന്നു അതിനെ കുറിച്ചൊക്കെ? ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയ ആണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് ഒരു മന്ത്രവാദി ആണ് ഇതിൻ്റെ ഒരു മെയിൻ ലീഡ് റോൾ ചെയ്യുന്നത്. അപ്പോൾ RK സെൽവമണി എന്ന് പറയുന്ന അന്നത്തെ വളരെയധികം ആക്ഷൻ പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡയറക്ടറാണ്. സൂപ്പർ ഹിറ്റ് പടങ്ങൾ, പുലൻ വിചാരണ, ക്യാപ്റ്റൻ പ്രഭാകരൻ, ഇതിൻ്റെയൊക്കെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹമായിട്ടൊരു ബന്ധം വരികയും അദ്ദേഹത്തിൻ്റെ പടത്തിലേക്കാണ് ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ക്ഷണിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ അതിനു മുമ്പ് അങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ല, ഒന്നുമില്ല. തമിഴ് സീരിയലിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ വേഷം വരുന്നു. ഈ വേഷം ഭയങ്കര ഹിറ്റായിപ്പോയി. പിന്നീട് ആ സിനിമ അങ്ങനെ വലിയ ഹിറ്റായിട്ട് ചർച്ചയായിട്ടില്ല. ഞാൻ തന്നെ ഡബ് ചെയ്ത സിനിമയാണത്. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന നടന്മാരൊക്കെയാണ് ഈ ശരത് കുമാർ, അതുപോലെ മൻസൂർ അലിഖാൻ, കുറേ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന വിജയകാന്തന് വലിയൊരു ബ്രേക്ക് കൊടുക്കുന്ന പുള്ളിയാണ് തിരിച്ച്. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ ഡബ് ചെയ്യാൻ സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ് പറയും, ഇനി നിങ്ങൾ വീണ്ടും പഴയ പോലെ സീരിയൽ ഭാഗത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, കാരണം ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ശരത് കുമാറാണ് അല്ലെങ്കിൽ അടുത്ത ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഭയങ്കരമായിട്ട് തന്നെ ഇത് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ ഉള്ള ഒരുപാട് നിറഞ്ഞ സമയമായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പടത്തിൻ്റെ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞ് പടം റിലീസാകാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് നാട്ടിൽ നിന്ന് മണി ഷൊർണൂർ, ഇപ്പോൾ നമ്മുടെ കൂടെ എല്ലാം നമ്മൾ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ദാരിദ്ര്യവും അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടായിരിക്കാം. കാരണം ഈ പൊട്ടുകമ്പൻ ഇറങ്ങിയിട്ട് ഓടിയില്ലെങ്കിൽ
എപ്പോഴും അങ്ങനെ ചിന്തിക്കണമല്ലോ, ഓടിയാലും ഓടിയില്ലെങ്കിൽ എന്താവും എന്നുള്ളത് ചിന്തിക്കണമല്ലോ. അപ്പോൾ ഞാനത് ഓടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പടം ഉടനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതാണെങ്കിൽ ഇവിടെ നല്ല നമ്പർ 1 ആയിട്ട് റേറ്റിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലും കൂടിയാണ്. അപ്പോൾ എൻ്റെ ബുദ്ധി പറഞ്ഞു നമ്മൾ ആദ്യം അത് കമ്മിറ്റ് ചെയ്യാം, ബാക്കി ഇവിടെ അത് ഇറങ്ങുന്നുണ്ടോ ഇല്ലെന്നുള്ള അപ്പം ആലോചിക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സ്ത്രീ എന്ന സീരിയൽ കമ്മിറ്റ് ചെയ്യുന്നു. പടം ഇതേപോലെ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഒരു സംഭവം മാറിയില്ല. പക്ഷേ ഈ ക്യാരക്ടർ നല്ല ഹിറ്റായിരുന്നു. ഞാനിവിടെ ഈ സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം ഉടനെ ആയിരുന്നു എനിക്ക് സിനിമകൾ വരുന്നതും കാര്യങ്ങളും. ഞാൻ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാതെ സിനിമയിലേക്കും കയറി. കരുമാടി കുട്ടനുകളിൽ ഞാൻ സിനിമകളിലേക്ക് പെട്ടെന്ന് കയറേണ്ടി വന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ അധികം മദ്രാസിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഈ ക്യാരക്ടർ ഞാനാണ് ചെയ്തത് എന്ന് പറയാനായിട്ടൊരു ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനൊന്നും എനിക്കന്ന് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങ് മറന്നുപോയി. ഇപ്പോൾ ഏതാണ്ട് 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ 1-2 റീൽസ് വരുന്നു ആ പടത്തിലത്തെ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു 5000-6000 അങ്ങനെ വലിയ ഇതുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ. എല്ലാവരും പണ്ട് കണ്ട് പേടിച്ച കഥകളാണ് പറയുന്നത്. എന്നെ കുട്ടിക്കാലത്ത് 24 വർഷം മുമ്പുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ കുട്ടിക്കാലത്ത് ചോറുണ്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ കാണിച്ചു തരുന്നതായിരുന്നു. അന്ന് ഞാൻ രാത്രി പേടിച്ച് പനിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ കമാൻസ് ഇങ്ങനെ. അപ്പോൾ പലരുടെയും ചോദ്യം ഇയാൾ ആരാണ്, ഇയാളെ പിന്നെ കണ്ടിട്ടില്ല ആരും. ഞാൻ തമിഴിൽ പിന്നെ അഭിനയിക്കാൻ പോയിട്ടില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ ഏതോ ഒരു നമ്മുടെ വികടൻ, ആനന്ദ വികടൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടറാണ് എന്നെ വിളിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അയാൾ എനിക്ക് ആ പടത്തിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ 2 ഫോട്ടോ ഞാൻ തിരിച്ച് അങ്ങോട്ട് അയച്ചു കൊടുത്ത്, ഈ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്, ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ സാർ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇതിനെപ്പറ്റി ചർച്ച നടക്കുന്നുണ്ട്, ഇയാൾ എവിടെ പോയി, ഇയാൾ ആരാന്നൊരു പിടിയില്ല. ഞാൻ നേരിട്ട് പോയാൽ പോലും ഇപ്പോൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഒക്കെ ആയിരുന്നു അതിനകത്ത്. അങ്ങനത്തെ ക്യാരക്ടറാണത്. അങ്ങനെയാണ് അവർ വരുന്നത്. അവർ വന്ന ശേഷം പിന്നെ വീണ്ടും 1-2 പത്രക്കാർ വന്നിരുന്നു. ഇപ്പോൾ 1-2 പേര് അങ്ങോട്ട് വരികയാണെങ്കിൽ അവർക്ക് ലൈവായിട്ട് അവിടെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഈ ആർ കെ സെല്ലോമണി അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആർ കെ സെല്ലോമണിയാണ് ഈ പടം ആക്ച്വലി സംവിധാനം ചെയ്തത്. ഈ രാജരത്നം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനിയനാണ്. അദ്ദേഹമാണ് ക്യാമറ ചെയ്തിരുന്നത്. പക്ഷേ ആർ കെ സെല്ലോമണിയുടെ ഒരു ജോണർ വേറെയായിരുന്നു, ആക്ഷൻ മൂവി സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇത് കുറച്ചൊരു ഭക്തിയും കാര്യങ്ങളും ഒക്കെ ഇതാക്കിയിട്ടുള്ള പടങ്ങളാണ്. അപ്പോൾ അയാൾ അങ്ങനെ അനിയൻ്റെ പേരിൽ വെച്ചിട്ടാണ് തമിഴിൽ ചെയ്തത്. തെലുങ്കിൽ പക്ഷേ ഡയറക്ടർ പേര് ആർ കെ സെല്ലോമണി എന്നായിരുന്നു. തമിഴും തെലുങ്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ പടം അന്നൊരു ഹിറ്റായിരുന്നെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ വേറെ തമിഴിലൊക്കെ ഒരു വലിയ സൂപ്പർ താരമായി മാറേണ്ട ഒരാളാണ്. അതെ, കാരണം അവിടെ തന്നെ നിന്നതുകൊണ്ട് എനിക്ക് തമിഴിലെ അത്യാവശ്യം എല്ലാ വിധ ഭാഷകളും എനിക്ക് അറിയാവുന്നത് കൊണ്ട്. അതിന്റെ ഡബിങ് ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ഭയങ്കര ഒരു വല്ലാത്ത ഈയിടെ ഒരു പെണ്ണ് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ മിമിക്രിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ് ആ ക്യാരക്ടർ മിമിക്രി ചെയ്യുന്നു. അത് ഇപ്പൊ അടുത്ത കാലത്ത് വരുന്നത്, ഇത്രയും വർഷം മുമ്പുള്ള സിനിമയാണത്. അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ ആസ്വദിക്കാറുണ്ട്. ഞാൻ എൻ്റെ മക്കളെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്കും അറിയുന്നത്. കാരണം ഇത് അവർക്കൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തപ്പോഴാണ് യൂട്യൂബിൽ ആ സിനിമ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പലരും ധരിച്ചിരിക്കുന്നത് സുരേഷ് എന്ന് പറയുന്ന നടൻ ആദ്യം വന്നത് സീരിയലിലൂടെയാണ്. അത് മലയാള സീരിയലിലൂടെയാണ് ധരിച്ചു വെച്ചിരിക്കുന്ന അനവധി പേരുണ്ട്, കുറേ ആൾക്കാർ. പക്ഷേ ആദ്യ സീരിയൽ തമിഴിലാണ് ചെയ്തത്. ദൂരദർശനിൽ ആദ്യത്തെ മെഗാ സീരിയലാണത്. അതിൽ ഞാനായിരുന്നു മെയിൻ റോൾ ചെയ്തത്. മാനസി എന്നായിരുന്നു എൻ്റെ പേര്. സൺ ടി വിയിലെ ഫസ്റ്റ് മെഗാ സീരിയൽ ചെയ്തിട്ടുള്ളത് ഞാനാണ്. അതിൻ്റെ പേര് വാരിസ് എന്നായിരുന്നു. പഴയ ഡയറക്ടർ ഭീം സിംഗിൻ്റെ മകൻ ഗോപി ഭീം സിംഗ് എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവള്ളുവർ എന്ന് പറയുന്ന ഒരു പരമ്പര, അത് പ്രത്യേകം പറയേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നു സുരേഷ് അവിടെ അറിയപ്പെടാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു ഭാഗ്യം വെച്ചാൽ തമിഴ് എന്താ പറയുക, തമിഴ് ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ തമിഴന്മാരുടെ അത്രത്തോളം ഒരു ദൈവം എന്ന് പറയുന്ന ഒരാളാണ് ഈ തിരുവള്ളുവർ എന്ന് പറഞ്ഞ കക്ഷി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേഷം ഇതുവരെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയൊന്നും അങ്ങനെ സിനിമയായിട്ടോ അല്ലെങ്കിൽ സീരിയലായിട്ടോ ചെയ്തിട്ടില്ല. അന്ന് സൺ ടി വിന്ന് എത്തിയിട്ടില്ല, അന്ന് ദൂരദർശനാണത്. ദൂരദർശനിൽ വന്ന 36 എപ്പിസോഡിൻ്റെ എന്തോ ഒരു സീരിയലായിരുന്നത്. എനിക്ക് അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശിവാജി ഗണേശൻ. അദ്ദേഹം ചെയ്യാത്ത വേഷങ്ങളില്ല, പലതരം വേഷങ്ങളും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ, ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വേഷം അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാൻ പറ്റാത്തൊരു വേഷം എന്തായിരിക്കും എന്ന് വെച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞ തിരുവള്ളുവറിൻ്റെ വേഷം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ വയസ്സായി, ഇനി അത് നടക്കില്ല. പക്ഷേ ടെലിവിഷനിലൊരു തിരുവള്ളുവർ എന്നുള്ളൊരു പരമ്പര വരുന്നുണ്ട്, ഞാനത് കാണാറുണ്ട്. അതിലെ തിരുവള്ളുവർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞ സാധനം. ഇത് ദിനത്തന്തി എന്ന് പറഞ്ഞ പത്രത്തിൽ വന്നൊരു
ഒരു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലാണ്. ഒരുപാട് കാലം എൻ്റെ അടുത്ത് ആ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ എവിടെയോ താമസം മാറി പോകുന്നത് കൊണ്ട് എവിടെയും മിസ്സായി പോയ ഒരു ഇതാണ്. അത് തന്നെ ഏറ്റവും വലിയ അവാർഡ്. അന്നത്തെ കാലത്തൊക്കെ എന്താ പറയുക, ഒരു നമുക്ക് ഈ ഓസ്കാർ അവാർഡൊന്നും അല്ല, അതിനേക്കാളും മോഡലത്തെ ഒരു അവാർഡാണ്. കാരണം അഭിനയത്തിന്റെ ചക്രവർത്തി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുന്നത് നമ്മൾ. ആ തിരുവള്ളൂരിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നാൽ ഗ്രേറ്റ് തിങ്സ് അല്ലേ? അദ്ദേഹത്തെ കാണാനെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നേരിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇൻഡസ്ട്രിയിലൊന്നും ഇല്ല, നമുക്ക് അങ്ങനെ അധികം പോയി അടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ തീർച്ചയായിട്ടും ഇവിടെയാണ് ജനിച്ചത്, നമ്മുടെ ഗുരുവായൂരാണ് സ്വന്തം. അതെ അതെ. പക്ഷേ നമ്മൾ ഈ ഇത് പരിശോധിക്കുമ്പം പഴയ മദ്രാസിയിലാണ് ഒരുപാട് ബന്ധം വന്നത്. അതെങ്ങനെയാണ്? പഠനമൊക്കെ എവിടെയായിരുന്നു? ഇല്ല, ഞാൻ ആക്ച്വലി ജനിച്ചത് ചെന്നൈയിലായിരുന്നു. ജനിച്ചത് ചെന്നൈയിലാണ്. ഞങ്ങൾ 6 മക്കളിൽ ഏതാണ്ട് 4 പേര് ജനിച്ചിട്ടുള്ളത് ചെന്നൈയിലാണ്. കാരണം ഫാദർ അവിടെ ഈ അഗ്രോ ഇൻഡസ്ട്രീസ് ഇതായിരുന്നു, ബാലകൃഷ്ണ പണിക്കർ. അപ്പോൾ നമ്മൾ തിരിച്ചും ഗുരുവായൂർ കൊണ്ടുവന്ന് എന്നെ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഒക്കെ പഠിപ്പിച്ചത് നാട്ടിലായിരുന്നു. എൻ്റെ വല്യമ്മ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്കൂളിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ ഈ 2-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്നും ഈ വികൃതി എന്ന് പറഞ്ഞാൽ അമ്മയൊരു വികൃതിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ മെയിൻ റോഡ് സൈഡാണ് ഞങ്ങളുടെ വീടൊക്കെ. അങ്ങനെ എന്തോ ഒരു പണി കാണിച്ചിട്ട് ഞാൻ റോഡിലേക്ക് ഓടിപ്പോയതാണ്. അപ്പോൾ ഒരു അംബാസഡർ കാറ് വന്ന് അത്യാവശ്യം നല്ല സ്പീഡിൽ വന്ന് വണ്ടി ഇടിക്കുകയും ഞാനൊരു ലൈറ്റ് പോസ്റ്റിൻ്റെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പോസ്റ്റിൻ്റെ ഹൈറ്റിലേക്ക് തെറിച്ച് പോയിട്ട് താഴെ വീണതാണ് 2-ാം ക്ലാസ് പഠിക്കുമ്പോൾ. അങ്ങനെ എൻ്റെ വലത്തെ കാല് 2 മൊത്തം ഫുൾ എല്ലും പൊട്ടിയിട്ട് ഇതായി നേരെ തൃശ്ശൂർ കൊണ്ടുപോകുന്നു. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ ഏതാണ്ട് 5-6 മാസം. അപ്പോൾ അങ്ങനെ 1 വർഷം സ്കൂൾ മുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചും പിന്നെ എന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മദ്രാസിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് മദ്രാസ് ലൈഫ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പം അന്ന് കാലൊക്കെ പിന്നെ അതിന് ശേഷം എത്രയോ പടങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നു. ഈ പാട് അങ്ങനെയുള്ളതാണ് അല്ല, ഇതൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ്. അന്നത്തെ കിട്ടിയ സമ്മാനങ്ങളാണ്. അവിടുന്ന് ജീവിതത്തിൽ തിരിച്ചു വന്ന് നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാണ്. ചെന്നൈയിൽ പോയി. കാരണം ഇനി നാട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഭയങ്കര കുരുത്തക്കേടൻ്റെ ആളാണ്. കുരുത്തക്കേടുണ്ടോ? ഭയങ്കര ആളായിരുന്നു. ഇപ്പോഴും ഉണ്ടോ അത്രയും കുരുത്തക്കേട്? ഡീസൻ്റായി ഇപ്പൊ സിനിമയിൽ വേഷങ്ങളിലൂടെ ഡീസൻ്റായി പോയി. മലയാളത്തിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ സീരിയലുകളാണ് തുടങ്ങുന്നത്. സ്ത്രീ, അതുപോലെ KK രാജീവിൻ്റെയൊക്കെ ഈ മെഗാ സീരിയൽ എന്നുള്ള സംഭവം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു ഈ വീക്ക്ലി വൺസ് ആയിരുന്നു സീരിയലൊക്കെ. അപ്പോൾ ആ സമയത്താണ് മദ്രാസിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ VP രാമചന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സീരിയലിൽ ആദ്യം അഭിനയിക്കാൻ വരുന്നു. പിന്നെ മധുമോഹൻ, അവരൊക്കെ മദ്രാസ് ബേസ്ഡ്. അപ്പോൾ അവിടെ കിട്ടുന്ന ആർട്ടിസ്റ്റിനാണ് അവർ മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ അത് അന്നൊക്കെ ഒരു കളിതമാശയായിട്ട്, അല്ലെങ്കിൽ ഇതൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു നടനാകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് നടനായത്? അത് സത്യം പറഞ്ഞാൽ ഇന്നും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നമ്മുടെ കയ്യിരിപ്പൊക്കെ അങ്ങനത്തെ കയ്യിരിപ്പായിരുന്ന സമയത്തൊക്കെ അങ്ങനെ അതുമായിട്ട് സിനിമാ നടനൊന്നും യാതൊരു ബന്ധവുമില്ല. അങ്ങനത്തെ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്താ ശരിക്കും കുസൃതി എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈ കോടമ്പാക്കം സ്കൂളിൽ പഠിക്കാൻ എൻ്റെ പ്രീ ഡിഗ്രി ഒക്കെ കോടമ്പാക്കം സ്കൂളിലായിരുന്നു. കോടമ്പാക്കം എന്ന് പറയുന്നത് സിനിമയുടെ എന്താ പറയുക തലസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥലമാണല്ലോ. തമിഴും തെലുങ്കും ഹിന്ദി എല്ലാം നടക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ പഠിച്ച ഈ സ്കൂളിനകത്ത് കുറച്ച് സംവിധായകരുടെ മക്കളും കുറച്ച് നടന്മാരുടെ മക്കളും 1-2 പേര് അഭിനയിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ ഈ സമയത്ത് ഈ കുറേ ഒത്തിരി ഫ്രോഡായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് സിനിമാക്കാരുള്ളതുകൊണ്ട് സിനിമ ആഗ്രഹവുമായി വരുന്ന പിള്ളേരെ തപ്പി പിടിച്ചിട്ട് അവന്മാരുടെ കയ്യിൽ നിന്ന് മാക്സിമം കാശ് അടിച്ചു മാറ്റുക എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവിടെ. നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ +2 എല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ വെറുതെ ഒരു പണിക്കും പോവാതെ വീട്ടുകാർക്കും ശല്യമായി ബുദ്ധിമുട്ടായി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയം രാത്രി എപ്പോഴും വന്ന് കിടന്നുറങ്ങുന്നു, രാവിലെ എപ്പോഴും എഴുന്നേൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതൊരുത്തൻ രാവിലെ വന്ന് ബെല്ലടിക്കുന്നു വീട്ടിൽ. അമ്മ ഡോർ തുറന്നപ്പോഴത്തേക്കും പിന്നെ സുരേഷ് സാർ എടുക്കാങ്ങളെന്ന് വെച്ചിട്ട് വരുന്നു. അപ്പോൾ അവർ ഞെട്ടി, ഇവനെ സാറെന്നൊക്കെ വിളിക്കാൻ ആരുടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഡേഡേ ആരെ വന്നിട്ടുണ്ട് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ നിൽക്കുന്നു. ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ പറഞ്ഞു അങ്ങനെ സാർ ഞാൻ ഇന്ന ഡയറക്ടറുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ ഏത് ഡയറക്ടർ ഏത് അസോസിയേറ്റ് നമുക്ക് യാതൊരു ഇതില്ലാത്ത ഫീൽഡല്ലേ. ഞാൻ എന്താ കാര്യം എന്ന് വെച്ചു. സാറിൻ്റെ അടുത്ത പടത്തിൽ നിങ്ങളെയാണ് ഹീറോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാറിന് നേരിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഡ്രസ്സ് മാറിപ്പോയതാണ്, ഇവിടെ അങ്ങനത്തെ ആരും ഇല്ല, പൊക്കോ എന്ന് പറഞ്ഞു. ഇവൻ പിന്നെ പിറ്റേ ദിവസം വീണ്ടും വരും. അങ്ങനെ 1-2 ഈ ഫ്രോഡുകളുടെ ഈ ഒരു വരവും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുറച്ച് പിള്ളേരന്ന് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അവരോട് ഷെയർ ചെയ്യും. അപ്പോൾ അവരും പറയടാ നിനക്കിത് അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ ആഗ്രഹമൊന്നും ഇപ്പോഴും ഇല്ല, സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവന്മാർ ആണ് ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു തരികയും കാര്യങ്ങളും
ഇത് ഫ്രോഡ് ടീമുകളാണ്, ഇവർ പിന്നീട് ഒരു പൈസ വെച്ച് വരും, ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കും, അകത്ത് ഫിലിമും ക്യാമറ ഒന്നും ഉണ്ട്, വെറുതെ ഒരു സാധനമൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ പൈസ വാങ്ങിച്ച് പറഞ്ഞയക്കുക, പിന്നെ അവർ ഓഫീസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയി കളയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ഒരു വരവെന്ന് പറയുന്നതും എവിടെയോ മനസ്സിൽ ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുന്നതൊക്കെ ആ സമയത്താണ്, അല്ലാതെ നമ്മളായിട്ടൊന്നും. അതെ, ശരിക്കും ഫ്രോഡുകളാണ് നമ്മുടെ ഉള്ളിൽ നടനെ ഉണ്ടാക്കിയത്. ആ ഫ്രോഡുകൾ ഇപ്പൊ എവിടെ ഉണ്ടെങ്കിലും വലിയ നന്ദി. അല്ലെങ്കിൽ എന്താകുമായിരുന്നു ശരിക്കും പഠിക്കാൻ ആഗ്രഹം എന്ന് പറയുന്നത്? പഠിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും. എനിക്ക് ട്രെയിനിലെ TTR ആവലൊക്കെ ആയിരുന്നു ഭയങ്കര കാര്യം. ഞാനന്ന് കാണുന്ന ഏറ്റവും വലിയ ജോലി അതാ. പിന്നെ ഈ വർഷത്തിലൊരിക്കൽ വെക്കേഷനിൽ നാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത്, 6 മക്കളെയും കൊണ്ട് സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അച്ഛൻ. അപ്പോൾ കുറേ കാലം മുമ്പ് തൊട്ടേ തുടങ്ങും ഈ ഒരു പ്ലാനിങ്. ഓരോ മാസം കുറച്ച് പൈസ ചേർത്ത് വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രെയിനിലൊരു യാത്രയും വരലൊക്കെ ഭയങ്കര അന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഘോഷമാണ്. നാട്ടിലോട്ട് വരുന്നതും കാര്യങ്ങളും മഴയും കുളങ്ങളും മീൻ പിടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥാനങ്ങളൊന്നും മദ്രാസിൽ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കുമാണ് കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഭയം വരുന്നു, ടിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഇയാൾ കൊള്ളാറുള്ള. അപ്പോൾ ആരൊക്കെ പറഞ്ഞു തരും, ഇവർക്ക് ട്രെയിനിൽ ടിക്കറ്റ് വേണ്ട പോലും, ട്രെയിൻ TTRക്ക് ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഇന്ന പോയിന്റ് വരേക്കും ടിക്കറ്റിലാണ് യാത്ര ചെയ്യാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് മനസ്സിൽ കയറി കൂടി അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ സ്പോർട്സിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. വോളിബോൾ കളി ഉണ്ടായിരുന്നു. പിന്നെ അതും ഒക്കെ മാറിപ്പോയി. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതായിരിക്കാം. അതെ, അല്ല അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു നടനെ സംബന്ധിച്ചുള്ള, ഒരു അഭിനേതാവിനെ സംബന്ധിച്ചുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഭരതേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുക. എല്ലാ നടന്മാരുടെ ഒരു ആഗ്രഹമാണ്. ഒരുപക്ഷെ ചേട്ടന് വളരെ ബ്ലെസ്ഡ് ആണ് ആ കാര്യത്തിൽ. കാരണം ആദ്യത്തെ പടം തന്നെ ഭരതേട്ടന്റെ ചമയം എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു പടത്തിലാണ്. ചെറിയ വേഷമാണ് അല്ലേ? എങ്കിലും പലർക്കും അറിയില്ല, അതും ഈ അടുത്ത കാലത്താണ് പുറത്തു വന്നത്. അതെ അതെ. ശരിക്കും ഭരതേട്ടൻ എങ്ങനെ കണ്ടെത്തിയാണ് ഇതിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു ചമയത്തിൽ? ഈ ഒരു ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു സിനിമ ചെറിയ ബന്ധങ്ങളൊക്കെ ആയി തുടങ്ങി, കോടമ്പാക്കം ആ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. ഇങ്ങനെ ഭരതൻ സാറിന് എനിക്ക് പരിചയമില്ല. 7 ആർട്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ അന്ന് മദ്രാസിലാണ്. അന്ന് അതിൻ്റെ കൺട്രോളർ 7 ആർട്സ് മോഹൻ, സിത്തു പനക്കൽ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അവരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷൂട്ട് നടക്കുന്നത് ഗുരുവായൂരും, ഞാൻ ഗുരുവായൂരുകാരനുമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഇന്ന ആൾക്കാരാണെന്നുള്ളതൊക്കെ ഞാൻ വെറുതെ സെറ്റിലൊന്ന് കാണാൻ പോവുകയും അങ്ങനെയാണ് ഭരതൻ സാറിനെ എന്നോട് പരിചയപ്പെടുത്തുന്നതൊക്കെ. പിന്നീട് എന്നെ പിറ്റേ ദിവസം വിളിച്ച് ഇങ്ങനെ പറയുന്നത്, ഇതിനൊത്തിരി വേഷം ഉണ്ട്, അഭിനയിക്കാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്ത് വേഷം? ഇങ്ങോട്ട് വാ, സാറ് പറഞ്ഞിരുന്നു പറഞ്ഞു. അങ്ങനെ നേരെ ലൊക്കേഷനിലേക്ക് പോകുന്നു, കാണുന്നു ഇങ്ങനെ ചെറിയ എൻ്റെ 2 സീനൊക്കെ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞു ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പടത്തിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്ന സംഭവം. പക്ഷെ അത് ഭയങ്കര വലിയ അനുഗ്രഹമായിരുന്നു അതൊക്കെ. പിന്നീട് ഭരതൻ സാറായിട്ട് നല്ല പരിചയമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അത് മനോജ് കെ ജനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് എന്നെ നല്ലപോലെ ആ പടത്തിൽ അഭിനയിക്കാൻ വന്ന കാര്യമൊക്കെ നല്ല പോലെ ഓർമ്മയുള്ള ആളാണ് മനോജൊക്കെ. ബാക്കി സിനിമ കണ്ട ആൾക്കാർക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന നടനെ മലയാളികൾ തിരിച്ചറിയുന്നത് കരിമാടിക്കുട്ടലിലെ കൂടെയാണ് അല്ലേ? വിനയൻ എന്ന് പറയുന്ന സംവിധായകനാണ് അക്കാര്യത്തിലൊരു ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ത്രീ എന്നുള്ള സീരിയൽ വന്ന ശേഷം അത് നല്ല പോപ്പുലറായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്രയോ നല്ല റേറ്റിങ്ങിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് എന്നെ ഈ സിനിമയുടെ കൺട്രോളർ എന്നെ വിളിക്കുന്നത്. ഞാനിങ്ങനെ വിനയൻ സാറിൻ്റെ പടത്തിൻ്റെ കൺട്രോളറാണ്. അപ്പോൾ ഞാനിന്ന് സീരിയലിൽ അഭിനയിക്കാൻ സമയത്ത് മദ്രാസിൽ നിന്ന് വരുന്നു, അഭിനയിക്കുന്നു, കഴിഞ്ഞ നേരെ തിരിച്ച് മദ്രാസിൽ പോവുകയാണ്. ഇവിടെ യാതൊരു ബന്ധവുമില്ല, ഇവിടെ സുഹൃത്തുക്കളില്ല, ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കോൾ വരുന്നു. അപ്പോൾ ഞാനതിനെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്കത് ആരാണെന്നൊന്നും എനിക്ക് പിടുത്തമല്ല. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റിൽ ഞാൻ ചോദിക്കുന്നു, സീരിയൽ സെറ്റിൽ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു വിനയൻ എന്ന് പറഞ്ഞ ആളുടെ സെറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. അന്ന് അദ്ദേഹം വാസന്തി ലക്ഷ്മി ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ ഡയറക്ടറാണ്, വലിയ സംഭവമാണ്, അത് മിസ് ചെയ്യരുത്, എന്താ സംഭവം ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റിലോട്ട് വരാൻ പറയുന്നു. ഞാൻ നേരെ സെറ്റിലേക്ക് പോകുന്നു. ലൊക്കേഷൻ കുട്ടനാട് കാവാലത്തായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഇന്നത്തെ പോലെ അന്ന് ഷൂട്ടിംഗ് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഈ സീരിയലിൽ പോപ്പുലറായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ക്രൗഡ് മുഴുവൻ എന്നെ തിരിച്ചറിയുമ്പോൾ ഭയങ്കര കൈയാണെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ പുള്ളി കാണുന്നുണ്ട്, ഈ ക്രൗഡിനെ എന്നൊക്കെ പുള്ളി ഇങ്ങനെ നോക്കുന്നുണ്ട്. പുള്ളി കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ആക്ച്വലി ഈ സീരിയൽ വാച്ച് ചെയ്തിട്ടിരിക്കുമ്പോഴത്തേക്കും ഇതിലത്തെ വില്ലൻ വേഷത്തിന് പറ്റിയ ആളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി വിളിക്കുന്നത്. അന്ന് ലൊക്കേഷനിൽ ജനാർദ്ദൻ ചേട്ടനുണ്ട്, കലാഭവൻ മണിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും പുള്ളി എന്നെ പരിചയപ്പെടുത്തുന്നു. ചെന്ന് തന്നെ വേറെ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാർ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്ന് പോയിട്ട് അവരോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ചോദിച്ചിട്ട് പറയൂന്ന് പറഞ്ഞു. ഒരു 2-3 ദിവസം എന്തോ സീരിയൽ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നേരെ കാവാലത്തേക്ക് പോക്കാനുണ്ടായിരുന്നത്. പക്ഷെ അത് മലയാള സിനിമയിലേക്ക് വേറൊരു വലിയൊരു എൻട്രി ആയിരുന്നു ശേഖരൻകുട്ടി.
അല്ല അതിനൊക്കെ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചത് തീർച്ചയായിട്ടും, അല്ലേ? എനിക്ക് ഏറ്റവും ഒടുവിൽ 19ാം നൂറ്റാണ്ടിലെ പരമേശ്വര കൈമൾ. കൈമൾ. അതെ അതെ അതെ. അദ്ദേഹം ഒരു ഗുരുസ്ഥാനിയനാണ്, ഒരു ഗുരു. സംശയമുണ്ടോ? ഇന്നും അതേ ബന്ധം തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതെ, മെസ്സേജുകളായാലും അല്ലെങ്കിൽ ഫോണിലായാലും എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് പറയേണ്ട വേറെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് അധികം ആരെയും അങ്ങനെ ക്ഷണിച്ച് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അധികം ആരും അങ്ങനെ വന്നിട്ടില്ല. വളരെ ചുരുക്കം പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് അതിന് ധൈര്യം കാണിച്ച ഒരാളായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ആ ധൈര്യം കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്നും സീരിയലിലൂടെ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവാം. അതൊക്കെ നിമിത്തം പോലെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണല്ലോ. അതെ അതെ. എല്ലാവരും ഒന്ന് ഭയപ്പെടും ഈ വേഷം സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ. കാരണം അങ്ങനെ ഒരു 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 പ്രാധാന്യമോ അല്ലെങ്കിൽ അതിനൊരു പ്രശ്നമുള്ളൊരു സീനാണത്. ഞാൻ പറയുന്നത് മഞ്ഞ് പോലൊരു പെൺകുട്ടിയിലെ മോഹനെയാണ്, കമൽ സാറിന്റെ പടം. അതെ അതെ അതെ. പക്ഷെ ആ പടം ആ ക്യാരക്ടർ അങ്ങനെയാണ് എൻ്റെ ഒരു അല്ലേ, കൊച്ചുകുട്ടിയോടുള്ള ഒരു വളരെ മോശപ്പെട്ട ഒരു ആംഗിളിലൂടെ കാണുന്ന ഒരു അച്ഛൻ്റെ, കണ്ടനാച്ഛൻ്റെ ഭയം ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു ക്യാരക്ടറിന്? എനിക്ക് ഭയം എന്ന സംഭവമൊന്നുമില്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മളിതൊരു വേഷമാണ് അഭിനയിക്കുന്നതെന്നും അല്ലെങ്കിൽ സിനിമയാണെന്നും കുറച്ച് ചില ആൾക്കാരെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഒരു ഇമേജ് ചിലപ്പോൾ കയറുന്നുണ്ടായിരിക്കാം. പക്ഷേ ബാക്കി ഭൂരിഭാഗം ആൾക്കാരൊക്കെ ഇത് ജോലിയായിട്ടോ അല്ലെങ്കിൽ ഒക്കെ കാണുന്ന ആൾക്കാർ തന്നെയാണ്. ചില ഭയം അല്ലായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ കമൽ സാറിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു സംവിധായകനാണ്. ഞാൻ ഏതോ ഒരു ഫിലിം അവാർഡ് നൈറ്റിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് എന്നെ ആൻഡോ വിളിക്കുന്നത്. കലവു രവികുമാർ വിളിക്കും, ഒരു കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിളിച്ച് കഥ പറയുന്നു. കഥ പറയുമ്പോഴത്തേക്കും അതിലത്തെ മെയിൻ ഒരു ലീഡ് ക്യാരക്ടർ ഈ സംഭവമാണ്, കൂടെ ഭാനുപ്രിയ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സംവിധായകൻ ആരാണ്? കമൽ സാറാണെന്ന് പറയുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ആ സമയത്താണ് ആക്ച്വലി അമ്മ അസോസിയേഷനും നിർമ്മാതാക്കളുടെ അസോസിയേഷനും തമ്മിൽ ചെറിയൊരു പ്രശ്നമൊക്കെ നടക്കുന്നു. ഒരു സ്ട്രൈക്കിലോട്ട് പോയി, അമ്മ സ്ട്രൈക്കിലോട്ട് പോകുന്നു എന്നും പറഞ്ഞിട്ട് അന്ന് അമ്മയിലെല്ലാവരും ഒരു ഷോയ്ക്ക് പോയിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നും നോക്കാത്ത എനിക്ക് കമൽ സാറിൻ്റെ പടത്തിൽ ഇത്രയും വലിയൊരു വേഷം വന്ന് നിൽക്കുകയാണ്. ഞാൻ ആ വേഷം മിസ്സായി കഴിഞ്ഞാൽ അമ്മയിൽ തന്നെ ഉള്ള വേറെ ആൾക്കാർ അത് ചെയ്യാൻ റെഡിയായിട്ടുണ്ട് വരും, അതും എനിക്കറിയാം. അപ്പോൾ ഞാൻ മാറി അപ്പം അടുത്ത ആൾ കയറുന്ന എനിക്കറിയാം. അപ്പോൾ വരുന്ന പോലെ വരട്ടെ, നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെയും നമ്മൾ ഒരു ചീത്ത വാക്കും പറഞ്ഞിട്ടില്ല. നമ്മൾ നേരെ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. പക്ഷെ അത് പിന്നീട് അംഗങ്ങൾക്ക് പലർക്കും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി, വിഷമം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ശേഷം അതിനടുത്ത് ജനറൽ ബോഡിക്കകത്ത് വളരെ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ അസോസിയേഷനെതിരായിട്ടോ അസോസിയേഷനിലെ അംഗങ്ങൾക്കെതിരായിട്ടോ ഞാൻ ഒരു വാക്ക് പോലും എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു ജോലി അഭിനയമാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ്റെ അടുത്ത് നിന്നൊരു ഓഫർ വരുമ്പോൾ എനിക്ക് ആ ഓഫർ കളയാൻ തോന്നിയില്ല. ഞാൻ ആ പടം അഭിനയിച്ചു എന്നല്ല, ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിനാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇതായത്. ഏതാണ്ട് അങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളോട് എല്ലാവർക്കും ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് മാത്രമല്ല, അന്ന് പൃഥ്വിരാജിനോടും എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു വേഷം അത് കളയേണ്ട കാര്യമില്ലാന്ന് തോന്നി. ആ വേഷം അഭിനയിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ വേഷം ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ ചെയ്യാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെയൊന്നുമില്ലായിരുന്നു. അതെനിക്കൊരു എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട വേഷങ്ങളിൽ ഒരു വേഷം തന്നെയാണത് ആ മോഹൻ. അതെ, ഇപ്പം അന്ന് ആ ഒരു ചെറിയ കാര്യം പറഞ്ഞ് അമ്മയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ മലയാള സിനിമയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതേ സുരേഷ് കൃഷ്ണ ഇന്ന് ഇപ്പം അമ്മയുടെ അതിൻ്റെ ഭാരവാഹികളിൽ ഒരാളായിട്ട് മാറുന്ന ഒരു കാവ്യനീതി കൂടി നമ്മൾ കണ്ടു അല്ലേ? വ്യക്തമായിരിക്കാം. അതെ അതെ.